നമുക്ക് ആരോഗ്യമുണ്ടോ? ഈ ചോദ്യം കേട്ടാൽ മുഷ്ടിയെല്ലാം ചുരുട്ടി നെഞ്ഞൊക്കെ ഒന്ന് വിരിച്ച് നെഞ്ച് വിടർത്തി ഒന്ന് നോക്കിയാൽ ആരോഗ്യമുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. എന്നാൽ ശരീരത്തിൻ്റെ ആരോഗ്യമല്ല ശരിക്കും ആരോഗ്യം. യഥാർത്ഥത്തിലുള്ള ശരിയായ ആരോഗ്യം മാനസിക ആരോഗ്യമാണ്. മനുഷ്യ ശരീരത്തിലെ അദൃശ്യമായ ഒരു സാന്നിധ്യമാണല്ലോ മനസ്സ്. മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്രവും കൂടിയാണ് മനസ്സ്. അതിനാണ് ആരോഗ്യം വേണ്ടത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ മാനസിക ആരോഗ്യത്തിന് നാം ഏത് തരത്തിലുള്ള പരിഗണനയാണ് നൽകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നല്ല ശാരീരിക ആരോഗ്യമുള്ള ഒരു വ്യക്തി മാനസികമായി അയാൾ തളർന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? നേരെ തിരിച്ചു ചിന്തിച്ചു നോക്കൂ. ശാരീരിക ബലം കമ്മിയാണ്, പക്ഷേ മാനസികമായി ദൃഢമായ വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തിക്ക് നല്ല ആരോഗ്യമുണ്ടാകും. നോക്കൂ, നിങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന പല രോഗങ്ങൾ, ആ രോഗങ്ങളൊക്കെ പ്രതിരോധിച്ചു നിർത്തുന്നതും ആ രോഗങ്ങളെ കലശലാക്കുന്നതും ആരാണ്? മനസ്സിൻ്റെ ഇടപെടലാണ്. എന്ന് പറഞ്ഞാൽ മനക്കരുത്ത് കൊണ്ട് വലിയ രോഗങ്ങളെ തോൽപ്പിക്കാൻ മനുഷ്യന് കഴിയും. വൈദ്യലോകം പോലും അതിജയിക്കുകയില്ല എന്ന് വിധി എഴുതിയ രോഗങ്ങളെ വരെ മാനസിക പ്രതിരോധം കൊണ്ട് കീഴ്പ്പെടുത്താൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ശാരീരിക ആരോഗ്യത്തെ പോലെയോ അല്ലെങ്കിൽ ഒരു പടി അതിനേക്കാൾ മുകളിലോ പരിഗണിക്കേണ്ടത് മാനസിക ആരോഗ്യത്തെയാണ് എന്നർത്ഥം. 2019-20 കാലഘട്ടങ്ങളിൽ കോവിഡ് വന്നപ്പോൾ അധിക പേരും മരിച്ചത് എങ്ങനെയാണ്? മാനസികമായി തളർന്നത് കൊണ്ടാണ്. അതേസമയം പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ള മാനസിക ദൃഢതയുള്ള എത്രയോ ആളുകൾ ആ കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ആളുകൾക്ക് അവരുടെ ബിസിനസ് നഷ്ടപ്പെട്ടേക്കാം, കച്ചവടം നഷ്ടപ്പെട്ടേക്കാം, ജോലി നഷ്ടപ്പെട്ടേക്കാം, വീട് തകർന്നേക്കാം. പലരും അപ്രതീക്ഷിതമായി സംഭവിച്ച ജീവിത പ്രതിസന്ധികളെ നേരിടാനുള്ള മാനസിക കരുത്തും ശേഷിയും ഇല്ലാത്ത കാരണമാണ് പതറിപ്പോകുന്നത്. മാനസികമായ കരുത്തും ദൃഢതയും യഥാർത്ഥ സമയത്തുള്ള മാനസിക പിന്തുണയും ലഭിച്ചവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു.